ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവളിടംബൈനീതുവിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. പാർലെ ജിൻ്റെ ബിസ്ക്കറ്റില്ലേ, അത് വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ കേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും, ഓ ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, പിന്നെ അതുമല്ല കുറേ പണിയാണ് ഉണ്ടാക്കാൻ, അങ്ങനെ ഒക്കെ പറയും. ഇത് അങ്ങനത്തെ ഒരു റെസിപ്പി അല്ല. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഏതൊരാൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമല്ല, കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ പാർലെ ജിൻ്റെ ബിസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ, അപ്പോൾ ഈ കേക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിനകത്തൊരു പാത്രം വെച്ച് അതിൽ ചെറിയ റിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാർലെ ജിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റാണ് എടുത്തത്. 10 രൂപേൻ്റെ 2 പാക്കറ്റ്. ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 130 ഗ്രാമാണ് ഉള്ളത്. അങ്ങനത്തെ 2 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതത് കണ്ടില്ലേ, 130 ഗ്രാമാണ്. 130 ഗ്രാമിന് 2 പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ബാറ്റർ മിക്സിംഗ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ കുറച്ച് ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ബട്ടർ പേപ്പർ ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കോണാക്കി മടക്കി എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കറക്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിൽ അടിഭാഗത്തൊക്കെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം ഞാനിപ്പോൾ എല്ലാ ബിസ്ക്കറ്റും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതാ നല്ലപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാണ് എടുത്തത്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി അതിൻ്റെ കൂടെ ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പ് പാല് മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് അടിച്ചെടുത്തതാണ്. 1 കപ്പ് പാൽ തന്നെ മതിയാവും. ഇപ്പോൾ ഇതാ അതേപോലെ നല്ല കേക്ക് ബാറ്ററിൻ്റെ നല്ല അതേ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. മിക്സിയിലുള്ള എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് വടിച്ചെടുക്കാം. ഇനി അതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസൊക്കെ പോവാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അലങ്കാരത്തിനായിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ
ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. ഇത് അടച്ച് വെച്ച് നമുക്കൊരു 35-40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ ഗ്യാസിനനുസരിച്ച് അങ്ങോട്ട് ഒരു 35 മിനിറ്റ് 40 മിനിറ്റ് അങ്ങനെയൊക്കെ സമയം മാറും. ഇപ്പോൾ ഞാൻ സ്ക്വയർ വെച്ച് കുത്തി നോക്കിയപ്പോൾ ഒട്ടണമൊന്നുമില്ല, കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് എടുക്കാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറാതെ എടുക്കരുത്, കേക്ക് പൊടിഞ്ഞു പോവും. ചൂടായതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനിത് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുകയാണ്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. ഇതൊക്കെ ചൂടാറിയതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒക്കെ പൊടിഞ്ഞു പോകും. ബട്ടർ പേപ്പർ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.